എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്നൊരു നിയമം ആ ദേശത്ത് വരുത്തുകയും അങ്ങനെ ദാനിയേൽ സത്യദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ അടച്ചു കളഞ്ഞു. അങ്ങനെ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു. ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വരാതെ വളരെയേറെ ദുഃഖത്തോടെ അവൻ കാത്തിരുന്നു. എന്നാൽ പ്രഭാതത്തിൽ ആ ഗുഹയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ രാജാവ് വിളിക്കുന്നൊരു കാര്യമുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് വിളിച്ചു. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എൻ്റെ ദൈവം എന്നെ വിടുവിക്കേണ്ടതിന് തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞു. വത്സല്യ ശ്രോതാവേ, നിൻ്റെ ജീവിതത്തിൽ എല്ലാവരും തള്ളി സിംഹത്തിൻ്റെ ഗുഹയെപ്പോലുള്ള പ്രശ്നത്തിന് നടുവിൽ നീ ആയാലും ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞ് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വിടുവിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.